blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും വളരെ 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 പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആദ്യമേ തന്നെ ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. അവർ നമ്മെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഭിലായിൽ നിന്നുള്ള PM കോശിക്ക് വേണ്ടിയും കുഞ്ഞമ്മ കോശിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മൂത്ത മകൻ ജിജു കോശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫാർമസി കോഴ്സിൽ നല്ല ഒരു റിസൾട്ടും നല്ലൊരു ജോലിയും കർത്താവെ അങ്ങ് നൽകണമേ. ഇളയ മകൻ ജിനു കോശിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു പെർമനന്റ് വീസ ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. സഹോദരിയുടെ മകൾ സിജി ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ വിവാഹം നടക്കാനും അതോട് ചേർന്ന് കർത്താവെ നല്ല ഒരു ജോലിയിൽ അവൾ നിയമിക്കപ്പെടുവാനുമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത സ്പോൺസർ ഒരു വെൽവിഷറാണല്ലോ. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ആ വെൽവിഷർക്ക് വേണ്ടി, ആ വ്യക്തിയുടെ മൂത്ത മകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം തനിക്ക് ഒരു തക്ക ജീവിത പങ്കാളിയെ ലഭിക്കുവാനും നല്ലൊരു ജോലി ലഭിക്കുവാനുമായി പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുകയും നല്ല ഒരു ഭാവി ജീവിതം നൽകി അങ്ങ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴു കുടുംബത്തിൻ്റെയും മേലും സർവശക്തനായ ദൈവത്തിൽ നിന്നുള്ള സകലവിധ നന്മകളും ഐശ്വര്യവും വന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം എമ്പാടുമുള്ള TV വ്യൂവേഴ്സ് ചേർന്ന് ഈ സ്പോൺസേഴ്സിനെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. Thank you so much, sponsors, for sponsoring today's episode. തുടർന്ന് മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. ഓരോ പ്രാവശ്യം മിറക്കിൾസ് ടുഡേയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഐ ആം റിയലി എക്സൈറ്റഡ്. ബൈബിളിൽ എന്ത് വായിക്കുന്നോ അത് നമ്മൾ കാണുകയാണ്. യേശു കർത്താവ് കള്ളം പറയുകയില്ല. മാത്രമല്ല, യേശു ഇന്നലെ ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. കള്ളം പറയുവാൻ, വ്യാജം പറയുവാൻ അവൻ മനുഷ്യനല്ല. അവൻ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. നമ്മളെ താങ്ങി നടത്തും. അനേകരുടെ സാക്ഷ്യങ്ങളിൽ ഒന്ന് തുടർന്ന് കാണുക. അതിനുശേഷം ഇന്ന് ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയിലെ 38ാമത്തെ ഭാഗമാണ്. ചില ആഴ്ചകൾക്കകം ഈ പഠന പരമ്പര തീരും. അതിനുശേഷം മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: എത്രയും വേഗം നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മെസ്സേജുകൾ, ഒത്തിരി മണിക്കൂറുകളുള്ള മെസ്സേജുകൾ MP3 ഫോമാറ്റിലോ SD കാർഡിലോ USB സ്റ്റിക്കിലോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് പെൻ ഡ്രൈവിലൊക്കെ അത് സൂക്ഷിച്ച് അത് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ അത് നിങ്ങൾക്ക് ഇടയാകും. ഇപ്പോഴേ ബൈബിളും നോട്ട്ബുക്കും പേന എല്ലാം റെഡിയാക്കി വെക്കുക. ദിസ് ഈസ് ഗോയിങ് ടു ബി ഫാന്റാസ്റ്റിക്. ഗോഡ് ബ്ലെസ് യു. ലെറ്റ്സ് ഗോ. സഹോദരിയുടെ പേര് അശ്വ എന്നാണ്. തൻ്റെ അമ്മയാണ് അടുക്കൽ നിൽക്കുന്നത്. നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ വർഷങ്ങളായി ഇവർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞ് BSc നേഴ്സിങ്ങിന് സേലത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് 3rd ഇയർ താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫൈനൽ എക്സാമിൽ താൻ പറയുന്നത് ഇപ്രകാരമാണ്: വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു. മാത്രമല്ല സ്റ്റഡി ലീവ് അധികം കിട്ടിയില്ല. കാരണം സബ്ജക്ട്സ് ഒത്തിരി കവർ ചെയ്യാനുള്ളത് കൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു സ്റ്റഡി ലീവ് പീരീഡ് ഇവർക്ക് അനുവദിച്ചിരുന്നുള്ളൂ. വളരെ താൻ പറഞ്ഞു തനിക്ക് ആ സ്റ്റഡി ലീവിൻ്റെ അകത്ത് തനിക്ക് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. വളരെ ചെറിയ ശതമാനം പോർഷൻസേ തനിക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ. മാത്രമല്ല ഈ എക്സാമിൽ 3 സബ്ജക്റ്റാണുള്ളത്. ഒരു സബ്ജക്റ്റിൽ താൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ
അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് 6 മാസം പുറകിലുള്ള ബാച്ചുണ്ട്, ആ ബാച്ചിലേക്ക് ഇരുത്തും. ഒരു സബ്ജക്റ്റിന് പോയി കഴിഞ്ഞാൽ ബാക്കിലേക്ക് പോകും. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. എല്ലാ സബ്ജക്ട്സും എഴുതുകയും ചെയ്യണം. അപ്പോൾ ഒരു സൺഡേ കൂടി തനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ആ സൺഡേ താൻ തീരുമാനിച്ചു, ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ട ദിവസമാണ്, ഞാൻ ആരാധനയ്ക്ക് പോകും. ആ മകൾ വളരെ ദൂരെയാണ്, താൻ സേലത്ത് ആരാധനയ്ക്ക് പോകുന്നത്. അവിടെ ചെന്ന് ദൈവത്തെ മുഴുവൻ ആരാധിച്ച് താൻ പറഞ്ഞു വളരെ ദൂരെ യാത്ര ചെയ്ത് പോയതുകൊണ്ട് ആ ക്ഷീണത്തിൽ താൻ ഉറങ്ങിപ്പോയി. രാത്രി ഒരു 8 മണിക്കൂറാണ് ഉറക്കമൊഴിച്ചിരുന്ന് താൻ പഠിച്ചു. 8 മണിക്കൂറാണ് ആകെ തനിക്ക് പിന്നീട് പഠിക്കാൻ കിട്ടിയത്. ആകെയുള്ളത് 8 മണിക്കൂർ. യെസ്. പക്ഷേ വളരെ പ്രാർത്ഥനയോടെ നമ്മുടെ പ്രെയർ ലൈനിൽ തന്നെ അതിനു മുമ്പ് വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. പ്രെയർ ലൈനിൽ ശക്തമായി നമ്മുടെ ബ്ലെസ്സിംഗിലൂടെ പ്രെയർ ലൈനിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. ഈ മകൾ എക്സാം എഴുതിയെടുക്ക് രാത്രി മുഴുവൻ ഉറക്കം നിന്നതുകൊണ്ട് ഈ മകൾ എക്സാമിനിടയിൽ ഉറങ്ങിപ്പോയി. എക്സാമിന്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. യെസ്. എക്സാമിനർ വന്ന് തട്ടി എഴുതിപ്പിച്ചു, എന്താ മകളെ ഉറങ്ങുന്നത്, വേഗം എഴുതാൻ പറഞ്ഞു. താൻ ഉണർന്ന് എഴുന്നേറ്റ് എഴുതി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്കോടുകൂടി ഈ മകൾ പാസ് ഔട്ടായി. ഇനി ഇതിന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉറങ്ങിയിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതെങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്വയം വ്യാഖ്യാനിക്കുക. ഹല്ലേലൂയ. മോൾക്ക് എന്താ പറയാനുള്ളത്? റിയലി വാട്ട് ഹാപ്പൻഡ്? ഞാൻ ശരിക്കും ആ 8 hours കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കാരണം ആ എക്സാം എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. കേട്ടോ, എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞായറാഴ്ച ആരാധന മുടക്കിയുമില്ല. ഓക്കെ, എന്നിട്ട് ഞായറാഴ്ച ആരാധന മുടക്കിയില്ല. അന്ന് വൈകിട്ട് 8 മണിക്കൂർ കിട്ടിയില്ല ശരിക്കും. അത്രയും നേരം പഠിച്ചു. രാവിലെ പ്രെയർ ലൈനിൽ ഉറക്കം നിന്ന് പഠിച്ചു. പഠിക്കുന്നതിന് മുമ്പ് പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ആദ്യം പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം നൈറ്റ് മൊത്തം പഠിച്ചു. പിന്നെ എക്സാമിന് മുമ്പ് ഇവിടെ മീറ്റൽഡ ആന്റി വിളിച്ച് പ്രാർത്ഥിച്ചു. ആന്റിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. എക്സാം എഴുതി. ആ പ്രാവശ്യം ആ സബ്ജക്റ്റിനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. ആ സബ്ജക്റ്റിന് 200 ടോട്ടൽ. 171 ആയിരുന്നു എന്റെ മാർക്ക്. ആ സബ്ജക്റ്റിന് ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു. പ്ലസ് ആ ഇയർ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ആ ഇയറിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. ഗ്രേറ്റ്. മാത്രമല്ല ഇവരുടെ കോഴ്സ് 4 വർഷത്തെ കോഴ്സാണ്. അതിന് തന്നെ 3rd ഇയർ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തനിക്ക് വളരെ പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. താൻ പരിശോധിച്ച ബിൽപ്രകാരമാണ് തന്റെ കിഡ്നിക്ക് പ്രോബ്ലം ആയിരുന്നു. അതിൽ മാസം അത് നീരും വന്ന് നിറഞ്ഞിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ചികിത്സയ്ക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നു. എന്നാൽ നമ്മുടെ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ടോടുകൂടി വീണ്ടും നാട്ടിൽ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ എറണാകുളത്തുള്ള സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കുട്ടി വിശ്വാസത്തോടെയാണ് പോയത്, എനിക്ക് ഒന്നും ഉണ്ടാവുകയില്ലെന്ന്. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും തന്റെ കിഡ്നിക്കില്ല. യെസ്, നീര് മാറിയിരിക്കുന്നു, മാസ് മാറിയിരിക്കുന്നു, നോർമലായി ഫംഗ്ഷൻ ചെയ്യുന്നു. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. യെസ്. 4ാമത്തെ ഇയറിൽ നടന്ന അത്ഭുതം എന്നുള്ളത് ഇതുപോലെ ഒത്തിരി പോർഷൻസ് കവർ ചെയ്യാനുണ്ടായിരുന്നുണ്ട്. താൻ പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു. തന്റെ കൂടെ 91 സ്റ്റുഡൻസ്, ഇവർ ഹോസ്റ്റലിൽ താമസിക്കുന്ന 91 പേർ ഈ കുട്ടി ചെയ്തത് നമ്മുടെ മൈ പ്രെയർ ഡയറി. അതിൽ പരീക്ഷയ്ക്ക് മുൻപുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, പഠിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥന. ഈ 91 കുട്ടികളും ഈ മകളോടൊപ്പം ചേർന്ന് ആ പ്രാർത്ഥന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു തന്റെ ഹോസ്റ്റലിൽ. മോർണിംഗ്സിലോ എപ്പോഴാണ്? എക്സാമിന് മുമ്പ്. എക്സാമിന് മുമ്പുള്ള സമയത്ത് ഞങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ കിട്ടും. ആ ഹാഫ് ആൻ അവർ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് എഴുന്നേറ്റ് ഇരുന്നു. ആ പ്രെയർ ഡയറി വായിച്ചപ്പം അവരെല്ലാവരും എൻ്റെ അടുത്തോട്ട് വന്നു. എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ആ പ്രെയർ ഡയറി വായിച്ച് പ്രാർത്ഥിച്ച് എക്സാമിന് കയറി. എല്ലാവരും നല്ല മാർക്കോടെ പാസ്. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി. ആ 91 സ്റ്റുഡൻസും ജയിച്ചു. 99 പേരും ജയിച്ചു. മാത്രമല്ല താൻ 4th റാങ്കോടെ പാസ്സായി. ഇത് മൊത്തം ഇതിന് അങ്ങനെയാണ്. ഓൾ യൂണിവേഴ്സിറ്റിയിൽ 4th റാങ്കും കിട്ടി. നോക്കി, ഇവൾക്ക് കുശുമ്പില്ല. ഏതായാലും എനിക്ക് മാത്രം റാങ്ക് എന്ന് പറഞ്ഞില്ല, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടണമെന്ന് വെച്ച് എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അവർക്കും എല്ലാം നല്ല മാർക്ക് ലഭിച്ചു. ദാറ്റ് ഈസ് ഗ്രേറ്റ്. കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാൽ, കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഇവൾ ദൈവത്തിന്റെ അഭിഷിക്തയാണല്ലോ. കർത്താവിനെ പ്രതിനിധീകരിച്ച് അവിടെ ആ കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിമിത്തം കർത്താവ് നിന്റെ നാമം അവിടെ മഹത്വപ്പെട്ടല്ലോ. ആ സ്റ്റുഡൻസ് എല്ലാം യേശുവിനോട് പ്രാർത്ഥിച്ചല്ലോ. എല്ലാറ്റിനുമായി നന്ദി കർത്താവ്. ഈ സമയത്ത് ഈ സാക്ഷ്യം കേൾക്കുന്നവരകത്ത് വിശ്വാസം സുനാമി പോലെ ഉയരട്ടെ. വലിയ മിറക്കിൾസ് കാണട്ടെ യേശുവിന്റെ നാമത്തിൽ. ഐ റിലീസ് മിറക്കിൾ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഹായ്, ഞാൻ എമി മറിയം ജാമിൻ. ഇന്നത്തെ സന്ദേശത്തിന് വിശേഷം ബൈബിൾ ആൻഡ് ന്യൂയിലൂടെ ഞാനൊരു ചോദ്യമായി വരുന്നുണ്ട്. ഇന്നത്തെ സന്ദേശം ശ്രദ്ധിച്ച് കേൾക്കണേ.
let's read verse number 8 and verse number 9. ഇന്ന് നമുക്ക് 8ഉം അതിന്റെ 9ഉം വചനങ്ങൾ ഇപ്പോൾ വായിക്കാം. Finally, brothers, whatever is true, whatever is noble, whatever is right, whatever is pure, whatever is lovely, whatever is admirable, if anything is excellent or praiseworthy, think about such things. ഒടുവിൽ സഹോദരരെ, സത്യമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും സുന്ദരമായതൊക്കെയും അഭിനന്ദനാർഹമായതൊക്കെയും അത്യുത്തമോ പ്രശംസാർഹമോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. Now verse number 9, whatever you have learned or received or heard from me or seen in me, put it into practice, and the God of peace will be with you. 9ാമത്തെ വചനം, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയും കൈക്കൊള്ളുകയും കേൾക്കുകയും ചെയ്തതെല്ലാം പ്രയോഗത്തിൽ വരുത്തുവിൻ, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. If you want a subtitle for this week's today's message, that will be disciplining of our thoughts and actions. ഇന്ന് നിങ്ങൾക്ക് ഒരു സബ്ടൈറ്റിൽ, ഒരു തലക്കെട്ട് ഇന്നത്തെ സന്ദേശത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലുമുള്ള അച്ചടക്കം. In these two verses, Paul is asking us to do two things. ഈ 8-9 വചനങ്ങളിൽ പൗലോസ് 2 കാര്യങ്ങൾ പ്രധാനമായി നമ്മോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. Number 1 is discipline our thought life. ഒന്നാമതായിട്ട് നമ്മുടെ ചിന്താ രീതികൾക്ക് അച്ചടക്കമുള്ളതാക്കി തീർക്കുക. Take your right hand. നിങ്ങളുടെ വലത്തെ കൈ എടുക്കാമോ? Touch here and say thought life. എന്നിട്ട് പറഞ്ഞാലും ചിന്താഗതികൾ പറഞ്ഞേ. So we have to discipline our thought life. നാം നമ്മുടെ ചിന്താഗതികൾക്ക്, ചിന്താരീതികളെ അച്ചടക്കമുള്ളതാക്കി മാറ്റണം. Number 2, put into practice the things learned from Paul. രണ്ടാമതായിട്ട് പൗലോസിൽ നിന്ന് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ പ്രയോഗത്തിൽ വരുത്തണം. So take the first one, disciplining of our thought life. ഒന്നാമത്തെ കാര്യം നോക്കൂ, നമ്മുടെ ചിന്താരീതികളെ അച്ചടക്കമുള്ളതാക്കി തീർക്കുക. In our life, everything starts with our thoughts. നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങളും തുടങ്ങുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നാണ്. So Paul is saying, set your thought life correct. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ചിന്താഗതികളെ ശരിയായ അച്ചടക്കത്തിലേക്ക് നയിക്കുക. Our thoughts are directly connected to our future. ഓർക്കുക, നമ്മുടെ ചിന്തകൾ നമ്മുടെ ഭാവിയുമായിട്ട് നേരിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. I'm going to take you through a journey now. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു യാത്രയിലൂടെ കൊണ്ടുപോകാൻ പോകുകയാണ്. Our mind is a thought factory. നമ്മുടെ മനസ്സ് എന്നുള്ളത് ചിന്തകളുടെ ഒരു കമ്പനിയാണ്, ഒരു ഫാക്ടറിയാണ്. You can never stop thinking. ആ മനസ്സിൽ നിങ്ങൾക്ക് ചിന്തകളെ അടച്ചിരുത്താനോ ചിന്തിക്കാതിരിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. Suppose you think, I am not going to think anything, I am going to stop thinking. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇനി ഒന്നും ഞാൻ ചിന്തിക്കുകയില്ല, ഞാൻ ഇനി എന്റെ ചിന്തകളെല്ലാം നിർത്തലാക്കാൻ പോകുകയാണെന്ന് ചിന്തിച്ചാൽ, that will be your thought that time. അതും നിങ്ങളുടെ ആ സമയത്ത് ഒരു ചിന്തയാണ്. That means you can never stop thinking. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ചിന്തകളെ തടസ്സപ്പെടുത്താൻ, നിർത്തലാക്കാൻ സാധ്യമല്ല. The mind is producing thoughts like a factory is producing some products. ഓർക്കുക, ഒരു മനസ്സ് എന്നുള്ളത് ഒരു ഫാക്ടറി ചില ഉൽപ്പന്നങ്ങളെ പുറപ്പെടുവിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സാകുന്ന ഫാക്ടറിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഉൽപ്പന്നങ്ങളാണ് ചിന്തകൾ എന്നുള്ളത്. So our thoughts will form into thought patterns. നമ്മുടെ ഈ ചിന്തകൾ അത് ചില ചിന്താ രീതികളിലേക്ക്, ചിന്താ ശ്രേണികളിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. From thought patterns, ideas will come. ഈ ചിന്താ രീതിയിൽ നിന്നിട്ടാണ് ചില ആശയങ്ങൾ ഉത്ഭവിക്കുന്നത്. Oh, I have an idea. ഓ, എനിക്കൊരു ആശയം കിട്ടി. From these ideas we get attitudes of the mind. ഈ ആശയങ്ങളിൽ നിന്നിട്ടാണ് മനസ്സ് ചില മനോഭാവങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. From the attitudes we have belief systems. I believe so and so things like this.
ഇത്തരം മനോഭാവങ്ങളിൽ നിന്നിട്ടാണ് മനുഷ്യരിൽ ചില വിശ്വാസ രീതികൾ ഉടലെടുക്കുന്നത്. And from belief systems we come into some commitments in life. ഈ വിശ്വാസ രീതികളിൽ നിന്നിട്ടാണ് മനുഷ്യന് ചില ഉത്കടമായിട്ടുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാനായി Some സാധിക്കുന്നത്. people are committed to some others or some organizations or some blessing centers. ചില ആളുകൾ ചിലരോടോ ചില സംഘടനയോടോ ചില ബ്ലെസ്സിംഗ് സെന്ററോടോ അവർ തീരുമാനം കൈക്കൊണ്ട അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ളവരായിരിക്കും. Hallelujah. ഹല്ലേലൂയ. From all these things we get our behavior. ഇതെല്ലാം കാണിക്കുന്ന നമ്മുടെ മൊത്തത്തിലൊരു സ്വഭാവത്തെയാണ്. And also from these behaviors we get our habits. ഈ സ്വഭാവത്തിൽ നിന്നിട്ടാണ് നമ്മുടെ ശീലങ്ങൾ ഉടലെടുക്കുന്നത്. From these habits we develop our character. ഈ ശീലങ്ങളിൽ നിന്നിട്ടാണ് നമ്മുടെ സ്വഭാവ രീതികൾ, നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകുന്നത്. And from character we will proceed to our destiny. ഈ സ്വഭാവ ഗുണങ്ങളാണ് നമ്മെ നമ്മുടെ ഭാവിയിലേക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. So our thoughts finally leads to our destiny. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചിന്തകൾ ഒടുവിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ഭാവിയിലേക്കാണ്. That's why Paul is saying discipline your thoughts. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ അച്ചടക്കമുള്ളതാക്കി തീർക്കുക. ഹലോ. Some people have no control on their thoughts. ചില ആളുകൾക്ക് അവരുടെ ചിന്തകൾക്ക് യാതൊരു കടിഞ്ഞാണുമില്ലാത്തവരാണ്. Thoughts are taking them into some direction. അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് അവരെ ചില സ്ഥലങ്ങളിലേക്ക് അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. Uncontrollable thoughts. നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചിന്തകൾ. But Paul says, എന്നാൽ പൗലോസ് പറയുന്നത് you can put your mind, your thoughts into control, into subjection of the Holy Spirit. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ മനസ്സിന്റെ ചിന്തകളെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിൽ വരുതിയിലാക്കാൻ സാധിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. Isn't that a good news? ഇതൊരു നല്ല വാർത്തയാണോ? Then say hallelujah. എങ്കിലൊരു ഹല്ലേലൂയ പറയാമോ? Can I tell you something? ചില കാര്യം കൂടെ പറയട്ടെ. Today as you are listening to this message, the Lord is going to give you a special grace and power to control your own thought life according to the Holy Spirit. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ചിന്തകളിൽ അതിന് പൂർണ്ണമായൊരു നിയന്ത്രണം, പരിശുദ്ധാത്മാവിൽ ഒരു നിയന്ത്രണം വരുത്തുവാൻ പരിശുദ്ധാത്മാവിലുള്ള ഓരോ വിശ്വാസികളെയും അനുഗ്രഹിക്കുകയാണ്. That's why I am preaching to you this message. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ നിങ്ങളുടെ ചിന്തകളെ അച്ചടക്കത്തിലേക്ക് നയിക്കുന്ന ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. There are two kinds of minds in the world. ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട്. This is not according to psychology or psychiatry. This is according to the scriptures. ഓർക്കുക, ഇത് മനഃശാസ്ത്രപരമായിട്ടോ മറ്റ് രീതികളിലോ ഉള്ളതല്ല, ദൈവവചന അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. There are saved minds and unsaved minds. അത് രക്ഷിക്കപ്പെട്ട മനസ്സും രക്ഷിക്കപ്പെടാത്ത മനസ്സുമുണ്ട്. I thank God most of you sitting here, most of you watching this live have a saved mind. ഞാൻ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ ഇന്ന് ഓരോ ബ്ലെസ്സിംഗ് സെന്ററിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ, മറ്റ് ലൈവ് ടെലികാസ്റ്റിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മിക്കവാറും എല്ലാവരിലും തന്നെ രക്ഷിക്കപ്പെട്ട മനസ്സുള്ളവരാണ്. But out there in the world so many people, they have unsaved sinful minds. എന്നാൽ പുറത്തുള്ള ലോകത്തിലുള്ള ആളുകൾക്ക് രക്ഷിക്കപ്പെടാത്ത പാപപങ്കിലമായിട്ടുള്ള മനസ്സാണ് അവർക്കുള്ളത്. In other words, there are two kinds of people in the world. അതിന്റെ അർത്ഥം രണ്ട് തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തിലുണ്ട്. Worldly minded people and godly minded people. ലോക ചിന്തയാൽ നയിക്കപ്പെടുന്ന ആളുകളും ദൈവിക ചിന്തയാൽ നയിക്കപ്പെടുന്ന ആളുകളും. Quickly we are going to read some scriptures. വളരെ വേഗത്തിൽ ചില വചനങ്ങൾ നാം വായിക്കാൻ പോകുകയാണ്. Romans 8:5. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം. Those who live according to the flesh have their minds set on what the flesh desires, but those who live in accordance with the Spirit have their minds set on what the Spirit desires. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ പാപത്തിന്റെ കാര്യങ്ങളിലും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിലും മനസ്സുറപ്പിക്കുന്നു.
Hallelujah. Hallelujah. So there are two kinds of minds. നോക്കൂ, രണ്ട് തരത്തിലുള്ള മനസ്സുണ്ട്. One mind is led by the flesh. That means the sinful nature. ഒരു മനസ്സ് എന്നുള്ളത് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് വെച്ചാൽ പാപ ജീവിതത്തിൽ ജീവിക്കുന്നു. There are some other minds, they are led by the Holy Spirit. എന്നാൽ മറ്റു തരത്തിലുള്ള ഒരു മനസ്സുണ്ട്, അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മനസ്സാണ്. Hallelujah. Hallelujah. So I'm going to talk about the worldly minded people. ഞാൻ ഇപ്പോൾ നിങ്ങളോട് ലോകപരമായി ലോക മനസ്സുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. Mark chapter 7. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം Verse number 20 onwards. അതിന്റെ 20-ാമത്തെ വചനം മുതൽ Jesus is speaking about this. യേശു കർത്താവ് ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നു. Jesus went on, what comes out of a person is what defiles them. അദ്ദേഹം തുടർന്നു, മനുഷ്യന്റെ അകത്ത് നിന്ന് പുറപ്പെടുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. For it is from within, out of a person's heart, the evil thoughts come: sexual immorality, theft, murder, adultery, greed, malice, deceit, lewdness, envy, slander, arrogance and folly. ദുഷ്ടവിചാരങ്ങൾ, വ്യഭിചാരം, മോഷണം, കൊലപാതകം, പരസംഗം, അത്യാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, ഈർഷ്യ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ ഉള്ളിൽ നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. So from the heart of man all such dirty stuff are produced. നോക്കൂ, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നിട്ടാണ് ഇത്തരം വൃത്തികെട്ട ചരക്കുകൾ പുറത്തു വരുന്നത്. ഇനി നിങ്ങൾക്ക് പ്രാപിക്കുവാനുള്ള സമയമാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ടു, സാക്ഷ്യങ്ങൾ ദിവസവും കേൾക്കുന്നു. ഞാൻ സേവിക്കുന്നതും നിങ്ങൾ സേവിക്കുന്നതും വിളിച്ചപേക്ഷിക്കുന്നതും ഒരേ യേശുവിനെയാണ്. ആ യേശു മുഖപക്ഷം ഇല്ലാത്തവനായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. വിശ്വസിക്കുക. ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കണ്ണുകളിൽ രോഗസൗഖ്യം വരുന്നത് ഞാൻ കാണും. തിമിരമാകാം, ഷോർട്ട് സൈറ്റ് ആകാം, ലോങ് സൈറ്റ് ആകാം, ഗ്ലൂക്കോമയാകാം, കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗമാകാം. എനി ഐ റിലേറ്റഡ് പ്രോബ്ലം, ഇൻ ദ നെയിം ഓഫ് ജീസസ് ബി ഹീൽഡ്. ബി ഹീൽഡ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. മസിലുകളിൽ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് എന്നെ കാണുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. വീൽ ചെയറിലാണ് നിങ്ങൾ പലപ്പോഴും പലതും ചെയ്യുന്നത്. മോട്ടോറൈസ്ഡ് വീൽ ചെയറൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. കഴുത്തിൽ കോളർ ധരിക്കുന്നൊരു വ്യക്തിയെ, ഭയങ്കര പ്രയാസം കൊണ്ട് കോളർ ധരിക്കുക, യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ നട്ടലിൻ്റെ പ്രയാസം കൊണ്ട് ബെൽറ്റ് ധരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യും, ബെൽറ്റ് ധരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പുറത്തിറങ്ങി യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്ന പല വ്യക്തികൾ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് വിജയൻ എന്ന് പേരുള്ളൊരു സഹോദരൻ, ബെൽറ്റ് ധരിക്കുന്നൊരു സഹോദരൻ, കർത്താവ് അത്ഭുതകരമായി സൗഖ്യം നൽകുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രസ്റ്റ് ക്യാൻസർ മൂലം പ്രയാസപ്പെടുന്നൊരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ഫൈൽസ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം. വർഷങ്ങളായിട്ടുള്ള ഫൈൽസ് രോഗം സൗഖ്യമാകുകയാണ്. ഫിസ്റ്റുല സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ കൈമുട്ടുകളിൽ പ്രയാസമുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ മേൽ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ, സൗഖ്യം വിടുതലും ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. നിങ്ങളുടെ വിഷയം എന്താണെങ്കിലും ടി വി സ്ക്രീനിലേക്ക് കൈനീട്ടി വിശ്വാസത്താൽ അത് സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ദൈവിക വിടുതലുകൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. വിടുതലിനായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്തവരോട് ഒരു ചുമതല എന്നതുപോലെ
നിങ്ങൾ ഏറ്റെടുത്ത് റെസ്പോൺസിബിളായി മറ്റുള്ളവരോട് പറയണം. ഈ സമയത്തൊരു പ്രോഗ്രാമുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്യണം. നിങ്ങളെ യേശു അനുഗ്രഹിക്കും. പറയുമ്പോൾ നിങ്ങളുടെ ഒരൊറ്റ ആ ഒരു ഇൻട്രൊഡക്ഷനിലായിരിക്കും ആ വ്യക്തി രക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ ആത്മഹത്യ വാസനയുള്ളവരോ, മദ്യപാനിയോ, പാപങ്ങൾ ജീവിക്കുന്നവരോ, കുടുംബ പ്രശ്നങ്ങളുള്ളവരോ, പ്രയാസങ്ങളിലൂടെ പോകുന്നവരൊക്കെ ആകും. കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുന്നവരാകും. നിങ്ങളൊന്ന് പറയുമ്പോൾ അന്ത്രയോസ് പത്രോസിനെ, തൻ്റെ ബ്രദർ പത്രോസിനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതുപോലെ ഒന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചർ മുഴുവൻ യേശു അനുഗ്രഹിച്ചാലോ. ജസ്റ്റ് ഡു ദാറ്റ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ ശനിയാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. പ്ലീസ് ഡു കം. കർത്താവ് നിങ്ങളെ സ്പർശിക്കും. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: ചിന്തകൾ നമ്മെ ഒടുവിലെത്തിക്കുന്നത് എവിടെയാണ്? Where do your thoughts bring us finally? ഓപ്ഷൻസ്: എ ശീലങ്ങൾ, ബി ആശയങ്ങൾ, സി ഭാവി, ഡി തീരുമാനങ്ങൾ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരി ഉത്തരങ്ങൾക്ക് സമ്മാനം നൽകുന്നത് OM ബുക്സ് ആണ്.